ജിൻഡോ ജിൻഡോ ഇവിടെ ഈ സമയത്ത് മാത്രം ഉയരുന്ന ആരോപണമല്ല. ഒന്നാം പിണറായി സർക്കാരിൽ ഈ രമൺ ശ്രീവാസ്തവയെ എന്താണ് അദ്ദേഹത്തിന്റെ പോലീസിന്റെ ഉപദേശകനെ എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ഡെഡ് ബോഡീസ് ഓഫ് ഡാഷ്, ആ ഡാഷ് ഞാൻ പൂരിപ്പിക്കാത്തതിന് കാരണം അതിനി പറഞ്ഞാൽ അത് സാമൂഹ്യ ഫാബ്രിക്കിന് ദോഷമാകും. ഹൈറുനിസ എന്ന 16-കാരിയുടെ മരണം ഒക്കെ നമുക്ക് മുന്നിലുണ്ട്. മാത്രമല്ല ചാരൻ വാസ്തവയെ സംരക്ഷിക്കും, ചാരൻ മുഖ്യ രാജിവെച്ചു പോ എന്ന് മുദ്രാവാക്യം മുഴക്കിയ CPM-ന്റെ മുഖ്യമന്ത്രി ഉപദേശകനാക്കി. അതവിടെ 1 ബെഹ്റ DGP, 2 പത്മജ വേണുഗോപാലിനെ BJP ക്യാമ്പിലേക്ക് കൊണ്ടുപോയത് ഈ ബെഹ്റയുടെ ഇടനിലയാണ് എന്ന ആരോപണം ഇപ്പോഴും മറുപടിയില്ലാതെ നിൽക്കുന്നു. 2, 3 ADGP. ഇത് ആദ്യ സംഭവമൊന്നും അല്ലെന്ന് ജിൻഡോ. അല്ല ഹാഷ്മി, അത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. ഇപ്പോൾ പോലീസ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് RSSന് വിടുപണി ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞ 7-7.5 വർഷക്കാലമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം എന്താ? കേരള പോലീസിന്റെ ആത്മാഭിമാനത്തെ RSSന്റെ ശാഖയിൽ കൊണ്ടുപോയി കെട്ടിയത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം 15 മാസങ്ങൾക്ക് ശേഷം ഇന്ന് തിരക്കിട്ട് അദ്ദേഹത്തിന്റെ ക്ലിഫ് ഹൗസിൽ മീറ്റിംഗ് നടത്തുന്നത് എനിക്ക് തോന്നുന്നു ഹാഷ്മിക്ക് കേട്ടതിൽ വല്ല മിസ്റ്റേക്ക് ആയിരിക്കും. അദ്ദേഹം DGP ആയിട്ടായിരിക്കില്ല ചർച്ച നടത്തുക. മിക്കവാറും ADGP MR അജിത് കുമാറായിട്ട് തന്നെയായിരിക്കും ചർച്ച നടത്തുക. അജിത് കുമാറിനെ തന്നെയായിരിക്കും ഇത് അന്വേഷിക്കാനും ഏൽപ്പിക്കുക. അതാണ് സ്ഥിരം കാണുന്ന ഒരു പദ്ധതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ ADGP പോയത് ഇപ്പൊ JR പത്മകുമാർ പറഞ്ഞത് വെച്ചാണെങ്കിൽ ADGP പോയത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമാണ്, ഇത്തരം സംഘടനകളുമായിട്ട് സംസാരിക്കുന്നത് അതിന്റെ ഭാഗമാണ് എങ്കിൽ എന്തിനാണ് അദ്ദേഹം ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് പോയത്? എന്തിനാണ് അദ്ദേഹം രഹസ്യമായിട്ട് പോയത്? എന്തിനാണ് അദ്ദേഹം മറച്ചു വെച്ചത്? എന്തിനാണ് അത് കേട്ട കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി 15 മാസക്കാലം മറച്ചു വെച്ചത്? ഒരു കാര്യം കൂടെ പറയുകയുണ്ടായല്ലോ, അദ്ദേഹം സുഹൃത്തിന്റെ വാഹനത്തിൽ പോയാലും ഔദ്യോഗിക യൂണിഫോം ഉപേക്ഷിച്ചു പോയാലും ഇന്റലിജൻസ് റിപ്പോർട്ട് വരുമല്ലോ. അതെ അല്ലെ, ആ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി 15 മാസക്കാലം മൂടി വെച്ചിട്ട് ഇന്ന് ക്ലിഫ് ഹൗസിൽ ചർച്ച നടത്തുന്നത്. അന്വേഷണം നടത്തണോ വേണ്ടയോ എന്ന് 12 പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്തിന് സ്വകാര്യ വാഹനത്തിൽ ഔദ്യോഗിക വേഷത്തിലല്ലാതെ പോയി എന്ന്? അങ്ങനെ പോയാലും ഒളിച്ചു വെക്കാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടികൾ. അത് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് JR പറയുന്നതിനകത്ത്. അല്ല വേണു, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റാത്തതല്ലെങ്കിൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും കേട്ടത് എന്നു മുതലാ? 2 ദിവസമായല്ലേ ഇത് കേട്ടിട്ടുള്ളൂ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴല്ലേ പൊതുസമൂഹം ഇതറിഞ്ഞത്? ഇതിനു മുമ്പ് അറിഞ്ഞത് ആരൊക്കെയാ? RSS നേതാക്കന്മാരും. ഒളിച്ചു വെക്കാനുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന അർത്ഥത്തിലാണ് JR പറയുന്നത്. മുഖ്യമന്ത്രി ഒളിച്ചു വെച്ചു എന്ന് പറയുന്നതാണ് അതിലെ രാഷ്ട്രീയ ചോദ്യം. അല്ല, ഞാൻ ചോദിക്കുന്നത് JR പത്മകുമാറിനോട് ഇതിനോടനുബന്ധിച്ച് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, SDP-യുടെ നേതാക്കന്മാരെ ADGP കണ്ടാൽ തെറ്റാകുമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ ഇതുപോലെ രഹസ്യ സന്ദർശനം നടത്തി സ്വകാര്യ സംഭാഷണം നടത്തിയാൽ തെറ്റാകുമോ? PDP-യുടെ നേതാക്കന്മാരെ, താങ്കൾ സൂഫിയ മദനിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതേ സൂഫിയ മദനിയെ ADGP MR അജിത് കുമാർ പോയി സ്വകാര്യ വാഹനത്തിൽ പോയി സ്വകാര്യ സംഭാഷണം നടത്തിയാൽ തെറ്റാകുമോ? അന്ന് BJP-യുടെ നിലപാട് എന്തായിരിക്കും? കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ മദനിയെ കാണാനൊക്കെ ആരൊക്കെയാണ് ബാംഗ്ലൂരിൽ തീർത്ഥയാത്ര നടത്തിയതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ജിൻഡോ. അത് എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങൾ ഈ പറയുന്ന നേരത്തെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും കേരളത്തിൽ BJP അല്ല ഭരണത്തിരുത്തത്. എല്ലാ ആളുടെയും DGP ആക്കിയതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ആരൊക്കെയാണ് DGP ആക്കി നിയമിച്ചത്, പോലീസിന്റെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവരുടെ രാഷ്ട്രീയ കാര്യത്തിന് ഉപയോഗിച്ചതെന്നൊക്കെ ഈ ശ്രീവാസ്തവ ആയാലും ബെഹ്റ ആയാലും ചോദ്യം, SDPയുടെ ഒരു നേതാവിനെ നമ്മുടെ ADGPക്ക് തലയിൽ കൊണ്ടിട്ട് പോയി കാണാവോ? വണ്ടി മാറ്റി ഒളിച്ചു പോയി കാണാവോ? കണ്ടാലും BJP തന്നെ പറയുമോ? അങ്ങനെയല്ല, തലയിൽ മുണ്ടിയിട്ടല്ലോ. അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായോ വ്യക്തിപരമായോ കാണുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ തന്നെ പറയുന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനകളെ കാണാൻ പറ്റില്ല.